ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് 2025 ജനുവരിയിൽ കുടുങ്ങിയത് 8 കൈക്കൂലിക്കാരാണ്. 3000 മുതൽ 10000 രൂപ വരെ കൈക്കൂലി വാങ്ങിയതിന് തൃശൂർ, എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് പിടിയിലായത്. തൃശൂർ, എറണാകുളം ജില്ലകളിൽ 3 പേർ വീതം കുടുങ്ങി. കേരള വിജിലൻസ് ചരിത്രത്തിൽ ആദ്യമായാണിത്. ഇത്രയും കൈക്കൂലിക്കാർ ഒരു മാസത്തിനുള്ളിൽ പിടിയിലാകുന്നതും. വസ്തുതരം മാറ്റൽ, വസ്തുവിന്റെ ഫെയർ വാല്യൂ പുനർനിർണയം, ബില്ലുമാറൽ, വാട്ടർ കണക്ഷൻ പുനഃസ്ഥാപിക്കൽ, പട്ടയം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി സമീപിച്ചവരിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഗുണഭോക്താക്കൾ വിജിലൻസിനെ സമീപിച്ചതിനെ തുടർന്ന് ട്രാപ്പ് ഒരുക്കി ഉദ്യോഗസ്ഥരെ കുടുക്കുകയായിരുന്നു. വില്ലേജ് ഓഫീസർ, സർവേ ക്യാമ്പ് ഓഫീസർ, വാട്ടർ അതോറിറ്റി, പോലീസ്, ആരോഗ്യ വകുപ്പ് ജീവനക്കാരാണ് അറസ്റ്റിലായത്. 5 കേസുകൾ റവന്യൂ വകുപ്പിൽ തന്നെ നിന്നുള്ളതാണെന്നാണ് പ്രത്യേകത. 4 വില്ലേജ് ഓഫീസർമാരും 2 സർവേ ഉദ്യോഗസ്ഥരുമാണ് ഇതിൽ പലരും വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇതുവരെ. പലർക്കുമെതിരെ വിജിലൻസ് തെളിവുകളും ശേഖരിച്ചു. ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ് 2025 എന്ന പേരിലാണ് നടപടികൾ. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരുടെ സമഗ്രമായ ലിസ്റ്റും വിവരങ്ങളും വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ കർശന നടപടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. മിന്നൽ പരിശോധനകളും സമാന്തരമായി നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കൈക്കൂലി ആവശ്യപ്പെട്ടാൽ വിജിലൻസിന്റെ പ്രാദേശിക യൂണിറ്റുകളിൽ വിവരം അറിയിക്കണമെന്നും വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം പാലക്കാട് ജില്ലയിലെ വിവിധ മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റുകളിൽ നടത്തിയ 5 മിന്നൽ പരിശോധനകളിൽ കൈക്കൂലിയായി ലഭിച്ചത് 40,88,040 രൂപയാണ്.